മുതലേ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവാണ് ഇത് പറയുന്നതും കൂടെ നമ്മൾ ഓർക്കണം അല്ലെ. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നടത്തിയ പ്രസ്താവന, അദ്ദേഹത്തിന്റെ വർഗീയപരമായിട്ടുള്ള പ്രസ്താവന ഇപ്പോൾ വലിയ തരത്തിൽ വിവാദമാകുന്ന ഒരു സാഹചര്യമുണ്ട്. CPM ഒഴികെയുള്ള എല്ലാവരും അതിനെതിരെ രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞ രണ്ട് സ്ഥലങ്ങൾ, ഒന്ന് കാസർഗോഡും മലപ്പുറമാണ്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് നോക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവരുടെ പേരുകൾ, ജയിച്ചു വന്നവരുടെ പേരുകൾ നോക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ജയിച്ചു വന്നവരുടെ പേരുകൾ നോക്കിയപ്പോൾ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്മിജിയുടെ പേര് കൂടി കണ്ടു. AP ഉണ്ണികൃഷ്ണന്റെ മകൾ AP സ്മിജി തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. സജി ചെറിയാൻ പറഞ്ഞത് ജില്ലാ പഞ്ചായത്തിൽ ജയിച്ചു വന്നവരിലേക്ക് നോക്കൂ എന്നാണ് പറഞ്ഞത്. നമ്മൾ നോക്കുമ്പോൾ സ്മിജിയൊക്കെ കാണുന്നുണ്ട്. അതെ, സ്മിജിയെ മാത്രമല്ല, വഴിക്കടവെന്ന് ജയിച്ച ജോഷ്മി തോമസിനടക്കം, അതുപോലെ ആരതി പ്രദീപ് ആണെങ്കിലും, തേഞ്ഞിപ്പാലത്തിന് ജയിച്ച ഷാജി പാച്ചേരി, അതുപോലെ പെരിന്തൽമണ്ണ, പറയുക ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് ലിസ്റ്റുകൾ കാണും. ഒരു മതേതരത്വം എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്കാണ് ബഹുമാനപ്പെട്ട സജി ചെറിയാന്റെ വാക്കുകൾ. മലപ്പുറം ജില്ല തുടക്കം മുതലേ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവാണ് ഇത് പറയുന്നതും കൂടെ നമ്മൾ ഓർക്കണം അല്ലെ. അപ്പൊ മലപ്പുറം ജില്ലയിൽ ഇപ്പൊ മമ്പറം ആണെങ്കിലും, അതുപോലെ മമ്പറം നേർച്ച, ഇപ്പൊ തിരുനാവായിൽ കുംഭമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മലപ്പുറം ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് യാതൊരു അറിവോ ഒന്നും നോക്കാതെയാണ് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ വരുന്നത്. ഒരു മന്ത്രിയാണ് പ്രസ്താവന, അതൊരു ടങ് സ്ലിപ്പായിട്ട് നമുക്ക് കാണാൻ കഴിയുമോ, അതോ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് അങ്ങനെ പറയുന്നില്ല? ഒരിക്കലുമല്ല. കാരണം വ്യക്തമായിട്ട് തന്നെ അദ്ദേഹം പറയുകയുണ്ടായി കാസർഗോഡ്, മലപ്പുറം എന്ന്. പ്രത്യേകിച്ച് മലപ്പുറത്തിന്റെ ലിസ്റ്റ് എടുത്ത് അദ്ദേഹം ഇനി ഏത് ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാണ് ഇങ്ങനെ സംസാരിച്ചതെന്ന് പോലും നമുക്കറിയില്ല. കാരണം മലപ്പുറം ജില്ലയുടെ ഉപാധ്യക്ഷയായിട്ട് അഡ്വക്കേറ്റ് സ്മിജി എന്നൊരു പറയുന്ന ഒരു പേര് അദ്ദേഹം ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ജോഷ്മി തോമസ് തുടങ്ങി ഞാൻ പറഞ്ഞ ഈ പേരുകൾ, ഷജിനി ഉണ്ണി തുടങ്ങി ഒരുപാട് പേര് ഈ ലിസ്റ്റിൽ ഉണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് എന്നതിലുപരി ഒരു മന്ത്രിയാണ് ഇങ്ങനെ പറയുന്നത്? അതൊരിക്കലും നമുക്കൊരു മലപ്പുറം ജില്ലയോടുള്ള അവഹേളനം അല്ലെങ്കിൽ ഒരു തീവ്രവാദത്തെ പ്രതിബന്ധയോടുകൂടിയാണ് എല്ലാം കാണുന്നത്. ലീഗ് ഇത്തരത്തിലുള്ള വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന തരത്തിലുള്ള കൂടിയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതെ, തീർച്ചയായും അതിനുള്ള മറുപടി ഇന്നലെ തന്നെ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബും അതുപോലെ തന്നെ സാദിഖലി തങ്ങളും അടക്കം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ലയെ ഒരു തീവ്രവാദത്തിലോട്ടേക്ക് കൊണ്ടുപോകുന്നത്? മുസ്ലിങ്ങൾ ഒരുപാട് തിങ്ങി പാർക്കുന്നത് കൊണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം അടക്കം പറഞ്ഞിട്ടുണ്ട്, മലപ്പുറം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും കിട്ടില്ല എന്ന് പറയുന്നതാണ്. വെള്ളാപ്പള്ളി മലപ്പുറത്തെ കുറിച്ച് ഇടക്കിടക്ക് പറയാറുണ്ട്. പക്ഷെ ഇത് ഒരു സാംസ്കാരിക മന്ത്രി കൂടി. അതെ അതെ അതെ, അതാണ് ഇതിൽ ഏറ്റവും വ്യത്യസ്തമാക്കുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞതിന് തിരുത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആ പ്രസ്താവന ഒരിക്കലും മാറില്ല. ഒരു മതത്തെ മാത്രം നോക്കിക്കണ്ടുകൊണ്ട് ഒരു ജില്ലയിലെ മറ്റുള്ള മതസ്ഥരെയും കൂടെ അപമാനിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പെരുമാറിയിട്ടുള്ളത്. നേരത്തെ അച്ഛനുണ്ടായിരുന്ന സമയത്തൊക്കെ, ജില്ലാ പഞ്ചായത്തിൽ പ്രസിഡന്റ് ആയിരുന്ന സമയത്തൊക്കെ അച്ഛന്റെ കൂടെ ഒക്കെ പോയിരുന്നാണല്ലോ. അന്നത്തൊക്കെ ആ ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായതാണ്. മലപ്പുറത്തിന്റെ യഥാർത്ഥ മതമൈത്രി എന്താണെന്നൊക്കെ നേരിട്ട് അറിയുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇങ്ങനെ തുടരെ വരുമ്പോൾ അതെന്താണ് അതിൽ ഒരു തോന്നുന്നത്? ഇത്തരത്തിൽ ഇത് ഒരു വർഗീയ ധ്രുവീകരണത്തിന് അല്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ശ്രമമായിട്ടാണ്? തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ. നമ്മള് വ്യക്തികൾക്കിടയിലോ അല്ലെങ്കിൽ ഒരു മതത്തിനിടയിലോ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് വോട്ടായിട്ട് കിട്ടൂ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരിക്കാം. അവർ തുടർന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും വരുന്ന ഈ ഒരു ഇലക്ഷനും അത് മുഖ്യമായി കണ്ടുകൊണ്ടായിരിക്കാം ഈ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടാകുന്നത്. ഇത്തരം പ്രസ്താവന നടത്തുന്നവരോട് എന്താണ് മലപ്പുറത്തെ ജില്ലക്കാരി, മലപ്പുറത്തെ ജില്ലാ പഞ്ചായത്തിൽ ജനറൽ വനിതാ സീറ്റിൽ വന്ന ഒരു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്നുള്ളതിൽ പറയാനുള്ളത്? ഇതിപ്പോ സജി ചെറിയാൻ മാത്രമല്ല, നേരത്തെ AK ബാലൻ സമാന രീതിയിലുള്ള പ്രശ്നം നടത്തിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി തുടരെ നടത്തുന്നു. നമ്മുടെ VS അച്യുതാനന്ദൻ വരെ ഒരു മിനി പാകിസ്ഥാനായിട്ട് കണ്ടിട്ടുള്ള ഒരു ചരിത്രം കൂടെ ഉണ്ട് ഈ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച്. അല്ലെങ്കിൽ ഒരു പാർട്ടി പ്രതിനിധീകരിക്കുന്നത് കൊണ്ടായിരിക്കാം അവർക്ക് ഇത് ഇങ്ങനെ തോന്നുന്നത്. മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മുസ്ലിം പാർട്ടി എന്നതിനപ്പുറം അതായിരിക്കാം പ്രത്യേകിച്ചൊരു വ്യക്തിഹത്യ എന്ന നിലയിൽ. 33 പേരും പല രീതിയിൽ വന്നവരാണ്, പല മതത്തിൽ വിശ്വസിക്കുന്നവരാണ്, ഇവിടെ ജീവിക്കുന്നവരും അങ്ങനെ തന്നെ. ഇവിടെ ഉള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല, തമ്മിൽ നല്ല സഹോദരത്തോടു കൂടെ ജീവിക്കുന്നു. പുറമേ നിന്ന് നോക്കുന്നവർക്ക് മാത്രമാണ് ഇതൊരു തീവ്രവാദമായി തോന്നുന്നത് എനിക്ക്. ഏതായാലും തന്നെയാണ് സ്മിജി പറയുന്നത്. സ്മിജിയുടെ അച്ഛൻ ഉണ്ണിയേട്ടൻ ഇവിടെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു, AP ഉണ്ണികൃഷ്ണൻ. അദ്ദേഹമൊക്കെ മുസ്ലിം ലീഗിന്റെ സജീവമായിട്ട് വേദികളിലൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ്. സ്മിജിയും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വനിതാ ജനറൽ സീറ്റിൽ തന്നെയാണ് മുസ്ലിം ലീഗ് ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പരാമർശങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒരിക്കലും നടത്താൻ പാടില്ല. അത് കൃത്യമായി മുസ്ലിം ലീഗിനെയോ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയോ ഒന്നും കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്നുള്ളത് തന്നെയാണ് സ്മിജി പറയുന്നത്. അനുരൂപ് ചീക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.